പലർക്കും അംഗീകരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്റെ അഭിപ്രായത്തിൽ ബ്ലാസ്റ്റേഴ്സിലെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡർ പ്യൂട്ടി ആയിരുന്നു. ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തി വളരെ മികച്ച പ്രകടനം തന്നെയായിരുന്നു അയാൾ കാഴ്ചവെച്ചത്. പ്യൂട്ടിയ മുന്നേറ്റ നിരയിലേക്ക് വഴിതിരിച്ചു വിടുന്ന പന്തുകൾ എത്ര കിടിലമായിരുന്നു. അതുപോലെ തന്നെ മുന്നേറ്റത്തിലേക്ക് വരുന്ന എതിരാളികളുടെ, അതായത് ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധം പിളർത്താൻ വരുന്ന എതിരാളികളുടെ മുന്നേറ്റത്തിനെ വളരെ വളരെ നിഷ്പ്രയാസം അയാൾ ഡിഫ്യൂസ് ചെയ്ത് ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റമായിട്ട് ചാനലൈസ് ചെയ്ത് വിടുമായിരുന്നു. പക്ഷേ ബ്ലാസ്റ്റേഴ്സ് അല്ലേ, പിഴച്ച സിസ്റ്റം അല്ലേ, അതുകൊണ്ട് പുള്ളിയെ നിലനിർത്തിയില്ല. പുള്ളി പിന്നീട് മോഹൻ ബഗാനിലേക്ക് പോയി, അവിടെ നിന്ന് ഒഡീഷയിലേക്ക് എത്തി. ഒഡീഷയിലെത്തിയ പ്യൂട്ടിയുടെ വാല്യൂ അവർ മനസ്സിലാക്കി വീണ്ടും അവിടെ തന്നെ നിലനിർത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. പഴയ ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിരയിലെ ശരിക്കും ഡൈനാമിക് എഫക്റ്റ് ഉണ്ടാക്കുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ പോക്കറ്റ് ഡൈനാമോ ആയിരുന്നു ലാലൻ മാവിയ ഖാൽറിംഗ് എന്ന് പറയുന്നത് നമ്മുടെ പ്യൂട്ടിയ. ആ പ്യൂട്ടിയെ പോയി. അപ്പം പ്യൂട്ടിയെ ഏതായാലും ഒഡീഷ വിട്ടുകൊടുക്കാൻ ഒരുക്കമല്ല. പ്യൂട്ടിയുടെ കോൺട്രാക്ട് അവർ എക്സ്റ്റെൻഡ് ചെയ്ത് അവരുടേതാക്കി നിർത്തുകയാണ്. ബ്ലാസ്റ്റേഴ്സിന് പറ്റാത്തതും മറ്റുള്ളവർക്ക് പറ്റുന്നതും ഇതൊക്കെ തന്നെയാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് എന്നും ദുരന്തങ്ങളും ട്രോമകളും മാത്രമായിരിക്കാൻ കാരണം ഇത്തരത്തിലുള്ള മാനേജ്മെന്റിന്റെ പിഴച്ച സമീപനം കൂടിയാണ്.